സ്വന്തമാണെങ്കിൽ ലൈഫ് സ്റ്റൈലിന്റെ ബിസിനസിനെ കുറിച്ച് സ്വന്തം അനുഭവങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് ശ്രീ ജോർജ് മാത്തർ സാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു കൊടുക്കും. Good morning. My lifestyle കുംബ്ലി ഗ്രൂപ്പിന് ഇന്ന് ഈ പകൽ നേരം നിങ്ങളോടുകൂടി എൻ്റെ എക്സ്പീരിയൻസ് പങ്കുവെക്കുന്നതിൽ ഞാൻ സന്തോഷപ്പെടുന്നു. ഇത് ആദ്യമായിട്ട് ഞാൻ ഇതിലേക്ക് കടന്നു വരാൻ കാരണം നമ്മൾ ബഹുമാനിക്കുകയും എൻ്റെ സ്നേഹിതനുമായ രാജേഷ് സാറാണ്. ഞാൻ ക്ലബ് മഹീന്ദ്രയിൽ താമസിക്കുന്ന നേരം അവിടെ ഞങ്ങൾ കുടുംബമായിട്ട് എൻ്റെ അളിയനും എൻ്റെ പെങ്ങന്മാരും എൻ്റെ വൈഫും ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ അവിടെ ഇരുന്നപ്പോൾ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ രാജേഷ് സാറിനോട് അവിടെ എനിക്കൊരു ജോലിയിൽ കയറണമെന്നുള്ള ഒരാഗ്രഹത്തിൽ ചോദിച്ചിരുന്നു. അത് കേട്ടത് മതി രാജേഷ് സാർ എന്നെ വിടാനുള്ള ഐഡിയ ആയിരുന്നു. ഡൈനിങ് ഹാളിലേക്ക് കടന്നു വന്നു. അവിടെ എന്നോട് സംസാരിച്ചു. ഞങ്ങൾ കുടുംബമായി വെളിയിലേക്ക് വന്നപ്പോൾ രാജേഷ് സാർ എന്നെ ഫോളോ ചെയ്ത് കണ്ടു. അവിടെയും വന്ന് എന്നോട് പറഞ്ഞു, അച്ഛന് ഈ വയസ്സിലും ജോലി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ ഒരു അമേരിക്കൻ കമ്പനിയുടെ സർവീസ് എഞ്ചിനീയറായിട്ട് 18 വർഷം ജോലി ചെയ്താണ്. എനിക്ക് അതുകൊണ്ട് കണ്ടിന്യൂ വർക്കിംഗ്. അപ്പോൾ പറഞ്ഞു, ഞാൻ ഒരു പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുണ്ട്. ഒന്ന് ചെയ്യണം, എങ്ങും ചുറ്റേണ്ട ആവശ്യമില്ല. ആ പ്രോഡക്റ്റ് വിൽക്കുക, അത് കഴിഞ്ഞ് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പഠിപ്പിച്ചു തരാമോ. ആദ്യമായി ഇതിന് മുമ്പായിട്ട് ഒരു ഗ്രൂപ്പിൽ ചേർന്ന് ഞാൻ 24,000 രൂപയ്ക്ക് ചതിക്കപ്പെട്ടവനാണ്. ഞാൻ അപ്പോൾ വിചാരിച്ചു, എന്തിനാണ് ഈ കളിയിലേക്ക് കാല് വെക്കുന്നത്, വീണ്ടുമായിട്ട് ചതിക്കപ്പെടുവാനാണ് വേണ്ടതെന്ന്. രാജേഷ് സാർ എന്നെ പിന്തുടർന്ന് പറഞ്ഞ്, ഇല്ല, ഇത് ചെയ്യുക, ഞങ്ങൾ കൂടെയുണ്ട്, ഞങ്ങൾ ചെയ്ത് തന്നോളാം. എൻ്റെ കയ്യിൽ കുറച്ച് പ്രോഡക്റ്റ്സ് തന്നിട്ട് വിൽക്കാൻ വിശ്വസിച്ച് അത് ക്ലബിൻ്റെ ഒരു ഓഫീസറാണ് എൻ്റെ കയ്യിൽ തന്നു. ഞാൻ വിറ്റു. അതിൽ ലാഭം കാണുവാൻ സാധിച്ചു. പ്രോഡക്റ്റ് ഞാൻ പേഴ്സണലായിട്ട് ഉപയോഗിച്ചു. ഐ വാസ് റിയലി ഹാപ്പി. എൻ്റെ പെങ്ങന്മാർ ഉപയോഗിച്ചു. ദേ വർ റിയലി ഹാപ്പി. ഇതിൽ ഞാൻ സന്തോഷപ്പെട്ടു. ഇത് എൻ്റെ പെങ്ങളും മറ്റുള്ള കൂട്ടുകാരും ഇത് വാങ്ങി ഉപയോഗിക്കാൻ തുടങ്ങി. എനിക്ക് നല്ല റിസൾട്ട് വന്നു. കവാച്ച് ബ്രഷ് സ്പെഷ്യലായിട്ട് ഞങ്ങളുടെ വീടിന് ചുറ്റും ഉപയോഗിക്കാൻ തുടങ്ങി. അതിൽ നിന്ന് ഏറ്റവും നല്ല റിസൾട്ട് വന്നു. സ്പെഷ്യലി ബ്ലഡ് പ്യൂരിഫയറിന് നല്ലൊരു റിസൾട്ട് കിട്ടുവാൻ തുടങ്ങി. നല്ല എൻകറേജ്മെൻറ്റ് കിട്ടുവാൻ തുടങ്ങി. അതിന് നല്ല എൻ്റെ പെങ്ങളെ ക്ഷീണിച്ച് കിടന്ന ദീനക്കാരിയായിരുന്നു. ക്ഷീണിച്ച് കിടന്ന പുള്ളിക്കാരി ഇത് കുടിച്ചിട്ട് വീണ്ടും ആയിട്ട് എൻ്റെ സ്റ്റോറിലേക്ക് കയറി വന്നു. എൻ്റെ വീട്ടിൽ നല്ലൊരു സ്റ്റോർ വെച്ചിട്ടുണ്ട് ഞാൻ. അവിടെ കയറി വന്ന് അത് വീണ്ടുമായി വാങ്ങി. പിന്നീട് ചുമച്ച് തുപ്പുന്ന കണ്ടുകൊണ്ട് എന്നോട് ചോദിച്ചു, മരുന്ന് വാങ്ങിത്തരാം, കുമ്മിളി പോകുന്നതല്ലേ മരുന്ന്. ഞാൻ പറഞ്ഞു, വാങ്ങിത്തരാം. മടങ്ങി ചെന്നിട്ട് പറഞ്ഞു, ആ മരുന്ന് അവിടെ ഇല്ല, ഞാൻ വേറൊരു ഐഡിയ തരാം, ഇത് ഉപയോഗിച്ച് നോക്കാം. അത് ഉപയോഗിച്ചാൽ മതി. 2 ദിവസത്തിൽ കുപ്പി തീർത്തു. എന്നോട് പറഞ്ഞു, എനിക്ക് പ്രയാസമില്ല, ഇപ്പോൾ എൻ്റെ കഫം നീങ്ങി, ചുമന്ന് നീങ്ങി. എനിക്ക് വീണ്ടും ഒരു കുപ്പി കൊടുത്തു. ബ്ലഡ് പ്യൂരിഫയർ 3-4 കുപ്പി വാങ്ങി. ഇപ്പോൾ പുള്ളിക്കാരിക്ക് 2 പെൺപിള്ളേരാണ് നാട്ടിൽ കെട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. അവർക്ക് വാങ്ങിക്കൊടുക്കാൻ തുടങ്ങി. ഈ പ്രോഡക്റ്റ് സക്സസ്ഫുള്ളായിട്ട് നീങ്ങുന്നത് ഞാൻ മനസ്സിലാക്കി. കവാച്ച് ബ്രഷ് എന്നെക്കാളും വയസ്സിൽ മൂത്തവനായ ഞങ്ങളുടെ വാട്ടർ സൊസൈറ്റിയുടെ പ്രസിഡന്റ് പുള്ളിക്കാരൻ കയറി വന്ന് വാങ്ങുവാൻ തുടങ്ങി. 3-4 ക്യാൻ വാങ്ങിയിട്ട് പറഞ്ഞു, എൻ്റെ ക്ഷീണം മാറി, ഞാൻ ഇപ്പോൾ ചെറുപ്പക്കാരനെ പറഞ്ഞു. ദാറ്റ് ഗേവ് മീ മോർ ഓഫ് കോൺഫിഡൻസ് ടു ഗോ ഫോർവേഡ്. റിയലി എ തമ്പിങ് വിക്ടറി ഫോർ മീ. ഓക്കെ, അവിടുന്ന് ഞാൻ വിൽക്കാൻ തുടങ്ങി. എനിക്ക് അനുഗ്രഹിക്കപ്പെട്ടൊരു സ്റ്റോർ ഞാൻ ബഹുമാനിക്കുന്ന സ്നേഹിതനുമായ എൻ്റെ ഗൈഡും ഗുരുവായ രാജേഷ് സാറും രാജൻ സാറും വർഗീസ് സാറും എന്നെ എൻകറേജ് ചെയ്ത് സ്റ്റോർ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. ഇന്ന് ഈ സ്റ്റോർ മൂലം ആ ദേശത്തുള്ള പലരും എൻ്റെ വീട്ടിൽ എപ്പോൾ കയറി വരുന്നത് എനിക്കറിയില്ല, ചോദിക്കുന്നത് എന്താണെന്ന് എനിക്കറിയില്ല.
ആ നിമിഷം എടുത്ത് കൊടുക്കുന്നു, അവർക്ക് കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്യുന്നു, വീണ്ടും വീണ്ടുമായി എനിക്ക് നല്ല റെസ്പോൺസ് കിട്ടിയെന്ന് വിൽക്കുവാൻ സാധിക്കും. ഈ പ്രോഡക്റ്റ് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട് ഏറ്റവും ആക്സെപ്റ്റഡ് ഇതാണ്. എൻ്റെ ഭാര്യ അവളുടെ കൂട്ടുകാരോടും പറഞ്ഞ് അവരെയും ചേർത്തിട്ടുണ്ട് ഇതെല്ലാം. പക്ഷേ ഞാൻ കൂടുതലായിട്ട് അതിലേക്ക് കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവളും ഇന്ന് എൻ്റെ കൂടെ ഇറങ്ങി ജോലി ചെയ്യുന്നുണ്ട്. ഇതിൽ ഞങ്ങൾക്ക് കോൺഫിഡൻസ് കിട്ടിയിട്ടുണ്ട്. ഇതിൽ പല വിധത്തിൽ ഞങ്ങൾക്ക് അതിൻ്റെ കമ്മീഷൻസും കിട്ടി ഞങ്ങൾ വീട് കംഫർട്ടബിളായിട്ട് പോകാൻ തുടങ്ങി. ഇന്ന് ഇതിൽ വീണ്ടുമായി ഇടയിൽ ഞാൻ രണ്ടിടത്ത് ചതിക്കപ്പെട്ടു. എൻ്റെ കൂടെ ഞാൻ ചെന്നൈയിൽ ജനിച്ച് വളർന്ന പെണ്ണാണ്. ചെന്നൈയിൽ ജീവിച്ച് 58 വർഷം ചെന്നൈയിൽ ജീവിച്ച ആളാണ്. പോന്നു ഇനി മുമ്പോട്ടെത്തി എങ്ങനെയും ഇനി 2 സ്റ്റെപ്പും കൂടെ കയറണം, EC ലെവലിൽ എത്തണമെന്നുള്ള ആഗ്രഹമുണ്ട്. ഇതിൽ ലീഡേഴ്സ് ഇതിൻ്റെ ഓണേഴ്സായ അവരുടെ രണ്ടുപേരുടെയും അഡ്വൈസ് ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു. മുമ്പോട്ട് ചാലഞ്ചിങ് കാര്യമായിട്ട് ഈ ബോട്ടിങ് കഴിഞ്ഞ് മടങ്ങി എത്തിക്കഴിഞ്ഞ് വീണ്ടുമായി ഞാൻ സ്വന്തമായിട്ട് ബാഗുമിട്ട് ദിവസം കാലത്ത് ചുറ്റി ഞാൻ ജോലി ചെയ്യുമായിരുന്നു. കുറഞ്ഞത് 1000 രൂപയെങ്കിലും വിൽക്കുമായിരുന്നു. ഇപ്പോൾ ചതിക്കപ്പെട്ടതിൽ ഞാൻ മടങ്ങി ഇപ്പോൾ ഇനി ചെയ്യുന്നില്ല എന്നായി. വീണ്ടുമായിട്ട് ഇറങ്ങണം. പക്ഷേ നിങ്ങളോട് ഓരോരുത്തരോടും പറയാനുള്ളത്, നിങ്ങളുടെ വീടുകളിൽ സ്റ്റോർ സെറ്റപ്പ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നല്ലതാണ്. സ്റ്റോർ ഏറ്റവും സക്സസ്ഫുള്ളാണ്. മറ്റുള്ളവർക്ക് കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എൻ്റെ വീട്ടിൽ ഏത് സമയത്ത് കയറി വന്നാലും ഏതും കിട്ടുമെന്നുള്ള കോൺഫിഡൻസ് ഉണ്ട്. ഞാൻ ഇറങ്ങി ടൗണിലോട്ട് ചെന്നാലും എന്തെങ്കിലും പറഞ്ഞ് എന്നെ വിളിച്ച് താഴെ ഒരു തമിഴ്നാട്ടിൽ നിന്നുള്ള എൻ്റെ ഒരു കൂട്ടുകാരൻ കാല് വയ്യാതെ എന്നാ ഞരമ്പ് പെയിന്, കാലിലെ പെയിൻ, വെരിക്കോസ് വെയിനുള്ള ലോട്ടറി വിൽക്കുന്ന പുള്ളി എന്നെ കണ്ടു. അവിടെ ചെന്ന് പുള്ളിക്കാരൻ നിന്ന് എൻ്റെ സകലതും വാങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നാട്ടിലേക്ക് പോയിരിക്കുകയാണ്. വീണ്ടുമായി കൂടുതൽ ബ്ലഡ് പ്യൂരിഫയറും ഇതും കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെ പലരും ഇതിനെപ്പറ്റി അറിഞ്ഞ് തമ്മി പറഞ്ഞ് വീട്ടിലേക്ക് വന്ന് പ്രോഡക്റ്റ്സ് വാങ്ങുന്നുണ്ട്. ഇത് കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്യുകയാണ്. എന്തും ഏത് നേരത്ത് കയറി വന്നാലും ഏതും കിട്ടുമെന്നുള്ള കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് അത് ലാഭകരമായി തോന്നി നമുക്കൊരു സക്സസ് ആയിട്ട് ഇത് നടത്തുവാൻ സാധിക്കും. ഈ നേരത്തിൽ ഓരോരുത്തരോടും എനിക്ക് അഡ്വൈസ് ചെയ്യാനുള്ളത്, വീട്ടിൽ സ്ട്രോങ് ആയിട്ടുള്ള ഇന്നലെയും ഞങ്ങളുടെ ടൗണിലുള്ള ഒരു കടയിൽ നിന്ന് ഞാൻ കുറച്ച് ഐറ്റം മൂവ് ചെയ്യേണ്ടത്, അത് ഞാൻ രാജേഷിന് കൂടുതൽ ഐറ്റംസ് വെക്കുവാനും എനിക്ക് അത് വിൽക്കുവാനും സാധിക്കും എന്നുള്ള ധൈര്യമുണ്ട്. ഐ വിഷ് ടു ഗോ ഫോർവേഡ് ഇൻ എ വെരി സ്ട്രോങ് വേ. മടങ്ങിയെത്തിയ ഉടനെ വീണ്ടുമായി എൻ്റെ സെയിൽസ് സ്ട്രോങ് ആയി നടത്തുവാനും എന്നെ സഹായിക്കാൻ എന്നെ അഡ്വൈസ് ചെയ്യും. ഞാൻ കൂടുതൽ നേരം ദിവസം വണ്ടിക്കൂലി കൊടുത്ത് കുമളിയിൽ വന്ന് തെങ്ങടിയിൽ വന്ന് രാജേട്ടൻ്റെ കൂടെ നിന്ന് രാജേട്ടനെ പലതും പഠിപ്പിക്കുന്നുണ്ട്, അഡ്വൈസ് ചെയ്യുന്നുണ്ട്. അതുമൂലം എനിക്ക് ഐറ്റംസിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. അതെനിക്ക് എൻ്റെ ജീവിതത്തിലൊരു വിജയമാണ്. ഇത് കഴിഞ്ഞുകൊണ്ട് വീണ്ടുമായി എത്തി എൻ്റെ സ്റ്റോറിൽ നിന്നും വെളിയിലും മടങ്ങി വിൽക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. താങ്ക്സ് ടു രാജേഷ്.